ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ജേണൽ വ്ലോഗാണ് ഗൈസ്. ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, എൻ്റെ ജേണൽ എന്താണ്, കാണാൻ എന്തായിരിക്കും ഇരിക്കുകയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൽ കാട്ടാൻ പോകുന്നത് എൻ്റെ ജേണൽ വാട്ട്സ് ഇൻ മൈ ജേണലാണ്. ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ ജേണൽ ഗൈസ്. ഈ ഒരു ജേണൽ പിന്നെ ഇത് റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. ഇതായിരുന്നു എൻ്റെ കുഞ്ഞിനോട് ബുക്ക്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേണൽ ബുക്ക്. ഇതാണ് ഞാൻ ഫസ്റ്റ് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽ. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഫസ്റ്റ് പേജ് വരുന്ന അയോൺസ് ജോ അങ്ങനെ പറഞ്ഞിട്ട് അതൊരു കൊള്ളില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞാൽ ഡയറി എന്നാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ദിസ് ബുക്ക് ബിലോങ്സ് ടു അയോൺസ് ജോ എന്നാണ്. പിന്നെ മൈ ജേണൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഓപ്പൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് കാശ്. പിന്നെ ഇത് കലണ്ടർ, അതേപോലെ തന്നെ എല്ലാ ഇതിൻ്റെയും കലണ്ടർ ഉണ്ട്. ഡിസംബർ 7 വരുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ബർത്ത്ഡേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് കുറേ സ്റ്റിക്കർ ഇട്ടിട്ട് സൈൻ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ. ഇതെൻ്റെ ഫ്രണ്ട് തന്നതും കൊണ്ട് ഞാൻ അവളുടെ പേര് എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ അമ്മേൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും പേര് ഒരേപോലെ തന്നെയാണ് ഗൈസ്, ആൽഫിയ എന്നാണ്. പിന്നെ ഇവിടെ സ്റ്റിക്കേഴ്സ്, ലുക്ക് ഡൗൺ. ഇവിടെ ഞാൻ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ഒട്ടിച്ചു വെച്ച് പോയി ഗൈസ്. ഞാൻ ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു മാർക്കർ എടുത്തിട്ട് കാണിച്ചു തരാവേ. ഇവിടെ ഗൈസ് ഞാനൊരു മാർക്കർ എടുത്തുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ തുറക്കുന്നത്. ഞാൻ തുറക്കും. ഇതിനാവശ്യമുള്ള കോട്ടനാണ് ഗായ്സ്. ഈ കോട്ടൺ ആദ്യം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇത് തുറക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. എത്തിയേ ഇവിടെ ഇങ്ങനെ വരും. നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഇപ്പം നമുക്ക് ലൈക്ക് എഴുതാവേ. എല്ലാവരും ലൈക്ക് ചെയ്യൂ കേട്ടോ. നമുക്കപ്പോൾ ഇത് മായ്ച്ച് കളയാം. ഇങ്ങനെ നമുക്ക് മായ്ക്കാം. ഇപ്പം ഇതിനകത്ത് ഈ കോട്ടണിൽ തന്നെ അത് വരും. പിന്നെ നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ വീണ്ടും കുറേ സ്റ്റിക്കർ, പിന്നെ എന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ തോട്ട് എഴുതിയിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മെമ്മറി ഓഫ് ഹേർട്ട്, ലേൺ ടു ലിസൺ ദെൻ ലിസൺ ടു ലേൺ, പ്ലാൻ ദ വർക്ക് ദെൻ വർക്ക് ഓഫ് യുവർ പ്ലാൻ, ബി ഹാപ്പി, ഹെൽപ്പ്. അതായത് ഇവരെല്ലാവരും കൂടി കൊടുത്തിട്ട് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പേജാണിത്. പിന്നെ ബി യുവർ സെൽഫ്, ലവ്, ഹലോ, ഹാപ്പി. ഇവിടെ ഒരു ചെറി, ഇവിടെ എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് നിന്നാണ്. ഇത് രണ്ടും എൻ്റെ അതാണ്. അവിടെ കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പേജിലാട്ടോ ഞാൻ ശരിക്കും ജേണൽ ചെയ്യുന്നത് എങ്ങനെയാണ് പഠിച്ചു തന്നത്. കാരണം അതിലൊന്നും ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റിക്കർ മാത്രമല്ല ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പേജിലാണ് ശരിക്കും ഞാൻ എന്താണ് ജേണൽ പഠിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ബാക്കി വന്ന പോർഷനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഈ ഒരു സൈഡിലും പിന്നെ ഈ ഒരു സൈഡിലും വന്ന പോർഷൻ പേപ്പേഴ്സാണിത്.
ഇത് ക്രേപ്പ് പേപ്പർ എടുത്ത് ഒട്ടിച്ചിട്ടാണ്. ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബ്ലൂബെറി ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പാൻഡ, ഇവിടെ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ദ വൂ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പേജ് ഗൈസ്. ബക്കറ്റ് ലിസ്റ്റാണ് എൻ്റെ. അത് ഞാൻ വായിക്കുന്നില്ല, എല്ലാം ചെയ്തിട്ട് വായിക്കാവേ. പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ട്, ഇതെനിക്ക് വാഷ് ടേപ്പ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തായിരുന്നു. പിന്നെ ബി പോസിറ്റീവ് എന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലീഫൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ മൊത്തം സ്റ്റിക്കേഴ്സ് ആയിട്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സൺ മൂൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സൺ സെറ്റ് നൈറ്റ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഹായ് ബായ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗാലക്സി എന്ന് എഴുതിയിട്ട് പുതിയൊരു ചാപ്റ്റർ പോലെ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ വെറുതെ ചെയ്തതാണ് ഗൈസ്, നല്ലതായിരുന്നു. അപ്പോൾ അത് ഓക്കെ ഗൈസ്, അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ വ്ളോഗ് ഗൈസ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞാൻ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്യണേ. ഇന്ന് 2 വ്ളോഗ് വരും. അപ്പം ബൈ.